2002 ഗുജറാത്ത് വംശഹത്യയിലെ ഇരകൾക്കായി അഹമ്മദാബാദിലെ ദാനിലിംഡയിലാണ് മുസ്ലിം ലീഗ് 40 വീടുകൾ നിർമ്മിച്ചു നൽകിയത്. 200 ചതുരശ്ര അടിയിൽ താഴെ വിസ്തീർണമുള്ള വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് അരനൂറ്റാണ്ടായി അഹമ്മദാബാദ് നഗരത്തിൽ നിന്നുള്ള മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്തിന് തൊട്ടരികിലാണ്. രൂക്ഷമായ ദുർഗന്ധം സഹിച്ചും മലിനജലം കുടിച്ചും രോഗങ്ങൾ പേറിയുമാണ് ഈ കുടുംബങ്ങൾ ഒരു പതിറ്റാണ്ടായി ഇവിടെ കഴിയുന്നത്. तबीयत खराब होती है पानी पीने में। काला पानी हमारे बच्चों के पेट में जाते, पाँव में चलते ऐसा तो कीचड़ कादा बहुत हो जाता, मच्छर दुनिया भर के बहुत गंदवाड़ी है. ഈ വീടുകളുടെ ഉടമസ്ഥാവകാശം ഇനിയും ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കെട്ടിടം നിർമ്മിക്കാൻ മുസ്ലിം ലീഗ് ചുമതലയേൽപ്പിച്ച ബിൽഡറുടെ പേരിലാണ് ഇവർക്കുള്ള കറണ്ട് ബില്ല് പോലും വരുന്നത്. അതുകൊണ്ട് തന്നെ മാലിന്യമലയ്ക്ക് സമീപം ദുരിതവും പേറി താമസിക്കാൻ ഈ കുടുംബങ്ങൾ നിർബന്ധിതരാവുകയാണ്. സാധാരണ ഗുജറാത്തികൾ നമ്മൾ ചെന്ന ഒരു ഗ്ലാസ് വെള്ളം തരും. വെള്ളം ഞങ്ങൾ കുടിക്കാൻ ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ കണ്ടെങ്കിൽ കറുത്ത നിറത്തിലുള്ള വെള്ളം. അപ്പോൾ ആ സ്ത്രീയോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ ഹസ്ബൻഡ് കലാപത്തിലെ സാക്ഷിയായിരുന്ന അവരുടെ ഹസ്ബൻഡ് മരിച്ചത് ഇവിടെ വന്നതിന് ശേഷം ഈ വെള്ളം കുടിച്ചത് മൂലം അവരുടെ കിഡ്നിയിൽ രാസവസ്തുവിൻ്റെ കണ്ടന്റ് കൂടിയിട്ട് അവർ മരിച്ചുപോയി. കലാപത്തെ അത്ര വലിയൊരു കലാപത്തെ അതിജീവിച്ചവരെ ലീഗ് ഇവിടെ കൊണ്ടുവന്ന് പെടുത്തിയിട്ട് അവർ മെല്ലെ മെല്ലെ മരിച്ചുകൊണ്ടിരിക്കുക. ഗുജറാത്ത് വംശഹത്യയിലെ ഇരകൾക്കായി മുസ്ലിം ലീഗ് ശേഖരിച്ച തുക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ പാർട്ടിയിൽ വിവാദമുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ വംശഹത്യാ ഇരകൾ ദുരിത ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് മാധ്യമവാഴ്ച പതിപ്പിന്റെ പുതിയ ലക്കത്തിൽ വിശദമായ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.